വെൽക്കം ടു മർവാസ് ലാഡ്സ്. അസ്സലാമലൈക്കും, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ അച്ചപ്പാണ് കേട്ടോ. ഈ അച്ചപ്പം ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അരിപ്പൊടി യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ അരിയൊന്നും അരക്കാതെ സാധാ പാക്കറ്റ് പത്തിരിപ്പൊടി ഇല്ലേ, അതുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്നും കൂടി നമുക്ക് ഈസിയും ടേസ്റ്റൊന്നും ഒരു മാറ്റമില്ല, സെയിം ടേസ്റ്റ് തന്നെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിതിലേക്ക് 2 കപ്പ് റൈസ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 7 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്തെടുക്കുക കേട്ടോ. ഞങ്ങൾക്ക് 7 ടേബിൾ സ്പൂൺ പഞ്ചസാര നല്ല പാകമായിട്ട് തോന്നി. ഒരു നുള്ളു ഉപ്പും 1 ടീസ്പൂൺ എള്ളും ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 മുട്ട വേണം. ഈ മുട്ട നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് ഈ മുട്ട ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തേങ്ങയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തേങ്ങ നല്ല കട്ടിയിൽ തേങ്ങാപ്പാൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ മിക്സിയിൽ അടിച്ചാൽ മതി. അപ്പോൾ നല്ല മുഴുത്ത പാല് കിട്ടും. ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയിലേക്ക് 2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ഒരുമിച്ച് ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ആദ്യം 1 കപ്പ് ഒഴിച്ച് എന്നിട്ട് മിക്സ് ചെയ്ത് അങ്ങനെയാണ് കുറച്ച് മിക്സ് ചെയ്ത്. അപ്പോൾ നമുക്ക് അതിൻ്റെ എത്രയാണ് തിക്നെസ് വേണ്ടത് എന്നുള്ള ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചെടുത്താൽ മതി. ഞാൻ 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് എനിക്ക് കട്ടി കുറവ് പോലെ തോന്നി. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കൂടി ഞാൻ ഒഴിച്ചെടുത്തു. അപ്പോൾ ഇതാ നല്ല കറക്റ്റായിട്ട് നല്ല പരുവ നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ശരിക്കും നമ്മുടെ ദോശമാവ് പോലെയൊക്കെ വന്നിട്ടുണ്ട്. എൻ്റെ ഈ അച്ചപ്പത്തിൻ്റെ അച്ചു 2 ദിവസം മുമ്പ് വാങ്ങിച്ചതാണ് കേട്ടോ, പുതിയതാണ്. അപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു ഇതിൽ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരു ടിപ്സ് പറഞ്ഞു തന്നു, വേഗത്തിൽ കിട്ടാൻ വേണ്ടി ഇത് വേഗം മയങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് എണ്ണയിലിട്ട് വെച്ചാൽ മതി എന്നുള്ളത്. ഞാൻ രാവിലെ എന്നിട്ട് എണ്ണയിലിട്ട് വെച്ച് അങ്ങനെ ഇതാ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ മോൾഡ് എണ്ണയിൽ നന്നായിട്ട് കുറേ നേരം ഇട്ട് വെക്കണം കേട്ടോ, നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് ഈ മാവിൽ മുക്കിയിട്ട് ഒരു 3/4 വരെ മാവിൽ മുക്കാവും കേട്ടോ. എന്നിട്ട് നമ്മൾ മെല്ലെ വീണ്ടും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ചില അച്ചിലൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതുണ്ടാവും. ഇതങ്ങനെ അല്ല കേട്ടോ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള പുതിയ മോഡലാണ് തോന്നുന്നുണ്ട്. അതും അച്ചപ്പത്തിൻ്റെ അച്ച് റൗണ്ടല്ല കണ്ടിട്ടുള്ള അച്ചപ്പത്തിൻ്റെ ഷേപ്പ്. ഇത് കണ്ടില്ലേ, ഒരു ലവ് ഷേപ്പാണ്. ഇതാ എല്ലാതും നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ നമ്മുടെ ഈ മോൾഡ് മാവിൽ മുഴുവനായിട്ട് മുങ്ങരുത് കേട്ടോ, ഒരു 3/4 വരെ മുങ്ങാവും. എന്നിട്ട് ഇതാ ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഈ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ അച്ചപ്പം തോന്നും ഇങ്ങനെ വാടി കുഴഞ്ഞ പോലെ തോന്നും, റെഡി ആയില്ലേ എന്നൊക്കെ. നമ്മൾ അങ്ങനെ ഫ്രൈ ചെയ്ത് പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് അത് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇവിടെ അച്ചപ്പം എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, ഇക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഞങ്ങൾ നാട്ടിൽ പോകുമ്പോഴാണ് വീട്ടിൽ ഉണ്ടാക്കിയ അച്ചപ്പം കഴിക്കൽ. ഇക്കൻ്റെ ചെറിയ പെങ്ങൾ നല്ല രസത്തിലുണ്ടാക്കും. മില്ലിലൊക്കെ അരി പൊടിപ്പിച്ചിട്ട് അപ്പം തന്നെ ചൂടോടെ തന്നെ ആ പൊടി ചൂടോടെ തന്നെ അപ്പം തന്നെ ഉണ്ടാക്കും. നല്ല ടേസ്റ്റാണ്, കുറേ ഉണ്ടാക്കും ചെയ്യും ഉണ്ടാക്കുമ്പോൾ. ഇവിടെ ഇപ്പോൾ ഞാൻ 2 കപ്പ് എടുത്ത് ഉണ്ടാക്കുന്നേ ഉള്ളൂ. നാട്ടിൽ പോകാൻ പറ്റിയില്ല പ്രാവശ്യം. അതിൻ്റെ ഓർമ്മക്കായിട്ട് അങ്ങനെയാണ് അച്ചൊക്കെ വാങ്ങിയത്, നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്. ഇതാ നമുക്കിതാ ഇങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ അതിൽ നിന്ന് വിട്ട് കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിൽ ചേർത്ത സാധനങ്ങൾ ഒന്നുകൂടിയും പറയാം. 2 കപ്പ് അരിപ്പൊടിയിലേക്ക് 2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ, 1 ടീസ്പൂൺ എള്ള്, 7 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 നുള്ളു ഉപ്പ്, 2 മുട്ട, ഇത്രയാണ് ഇതിലേക്ക് ചേർത്ത്. ഈ 2 കപ്പ് അരിപ്പൊടി കൊണ്ട് നമുക്ക് 28 അച്ചപ്പം കിട്ടി കേട്ടോ. അത് നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പം, മാഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.